ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിക്കാരുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പാഠപുസ്തകത്തിലെ 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3ാമത്തെ യൂണിറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ മുൻ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ പെയ്ഡ് നോട്ട്സ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നെങ്കിൽ നോട്ട് മലയാളത്തിലാണ്, PDF ആയിട്ടാണ്. നോട്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലോ ഒക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ, ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പറഞ്ഞല്ലോ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആണ്. അതിൽ നമുക്ക് കാര്യമായിട്ട് വരുന്നത് ഇന്ത്യയിൽ സാമൂഹിക മതപ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളാണ്. ഒന്നാമത്തത് വ്യാപകമായ സാമൂഹിക സാഹചര്യമാണ്. അതായത് ജാതി വ്യവസ്ഥ, കടുത്ത നിയന്ത്രണങ്ങൾ, അതുപോലെ അർഹതയില്ലാത്ത ഉന്നത ജാതിക്കാർക്ക് പ്രത്യേക അവകാശങ്ങൾ, സതി, ബാലവിവാഹം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശമില്ലായ്മ തുടങ്ങിയ ഈ ഒരവസ്ഥയാണ് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് വ്യാപകമായ സാമൂഹിക സാഹചര്യം. രണ്ടാമത്തത് ധാർമ്മികമായ ദുർബലതകളാണ്. അതായത് ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും പ്രാധാന്യം നൽകിയ സമൂഹം പുരോഹിതന്മാർക്കാണ് സമൂഹത്തിൽ ആധിപത്യം കൊടുത്തിരുന്നത്. അതൊക്കെയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് പാശ്ചാത്യ ആശയങ്ങളുടെ പ്രഭാവമാണ്. അതായത് ബുദ്ധിപരമായ ചിന്താപ്രവണതകളെ, മനുഷ്യാവകാശങ്ങൾ, സമത്വം എന്നീ ആശയങ്ങളെക്കുറിച്ചുള്ള അറിവ് ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായി. നാലാമത്തത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസ, ആധുനിക നിയമവ്യവസ്ഥയുടെ തുടക്കം മുതലായവയാണ് അതിൽ ഉൾപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം. അഞ്ചാമത്തത് സാമ്പത്തിക ഘടകങ്ങളാണ്. സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ തുടക്കം, കർഷകരുടെ ദയനീയാവസ്ഥ, തൊഴിലാളി വർഗത്തിൻ്റെ ചൂഷണം എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. ആറാമത്തത് പ്രധാന സാമൂഹിക മത പ്രസ്ഥാനങ്ങളാണ്. ഇതൊക്കെയാണ് ബ്രഹ്മസമാജം, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, രാമകൃഷ്ണ മിഷൻ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, തിയോസഫിക്കൽ സൊസൈറ്റി പോലെയുള്ള സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ 6 ഇതിന് കാരണമായത്, ഇന്ത്യയിൽ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിന് കാരണമായത്. ഇനി നമുക്കിതിൽ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ രാജാറാം മോഹൻ റോയിയുടെ സംഭാവനകൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അത് essay ആയിട്ടാണ് നമുക്ക് വരിക കേട്ടോ. രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സാമൂഹികവും മതപരവും വിദ്യാഭ്യാസപരവുമായ വിവിധ മേഖലകളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ നോക്കുക. സതി നിരോധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി റാംമോഹൻ റോയ് ശക്തമായിട്ട് പോരാടിയിരുന്നു. അവരുടെ പ്രധാന സംഭാവനകളിൽ ഒന്നാണ് സതി സമ്പ്രദായം നിരോധിച്ചത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം 1829 സതി സമ്പ്രദായം നിരോധിച്ചു. പിന്നെ രണ്ടാമത്താണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപനം. 1815 ആത്മീയ സഭ എന്ന പേരിൽ ആരംഭിച്ച സംഘടനയെ 1828 ബ്രഹ്മസമാജമായിട്ട് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഇത് ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ചു. ഏകദൈവവാദവും അസത്യാന്വേഷണവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം. പാശ്ചാത്യ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ റാംമോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷാ പഠനവും ശാസ്ത്ര വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം 1822 ആംഗ്ലോ ഹിന്ദു സ്കൂൾ സ്ഥാപിക്കുകയും 1826 വേദാന്ത കോളേജ് ആരംഭിക്കുകയും ചെയ്തു. പിന്നെ മാധ്യമപ്രവർത്തന മേഖലയിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ. അദ്ദേഹം പത്രപ്രവർത്തനത്തിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തി. സംവാദ് കൗമുദി, ബംഗാളി ഭാഷയിൽ എഴുതിയ സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച് സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്തി. ഇനി അദ്ദേഹത്തിൻ്റെ മതപരിഷ്കാരങ്ങൾ. ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാവശ്യ ആചാരങ്ങൾക്കും എതിരായിട്ട് റാംമോഹൻ റോയ് പ്രവർത്തിച്ചു. വേദാന്തത്തിൻ്റെ യുക്തിപരമായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം കൊടുത്തു. ഏകദൈവവാദവും അതുപോലെ തന്നെ നിരാകാര ഉപാസനയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചു. സ്ത്രീകൾക്ക് സമാന അവകാശങ്ങൾ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ പരിഷ്കാരങ്ങൾ. അദ്ദേഹം ബംഗാളി ഭാഷയുടെ വികസനത്തിനും പ്രചാരണത്തിനും ശ്രദ്ധ ചെലുത്തിയ വ്യക്തിയാണ്. ബംഗാളി ഭാഷയിൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച് ഭാഷയുടെ സമ്പത്തും പ്രയോഗവും അദ്ദേഹം വർദ്ധിപ്പിച്ചു. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനും പുരോഗതിക്കും വളരെയേറെ സഹായകമായി. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്നും പ്രചോദനാത്മകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഇതേപോലെ തന്നെ കേരളത്തിലെ അവർണരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിൻ്റെയും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെയും സംഭാവനകളാണ് അടുത്ത് വരുന്നത്. ശ്രീനാരായണ ഗുരു ജാതിയുടെ അതിരുകൾ തകർക്കാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക് എന്ന ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്.
1888 അവർണർക്ക് വേണ്ടി അരുവിപ്പുറത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ചു. അത് വലിയൊരു സാമൂഹിക വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു. അവർണ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് മഹത്തായ വിപ്ലവം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗുരു സ്ഥാപിച്ച ശ്രീനാരായണ വിദ്യാലയം വിദ്യാഭ്യാസം ലഭിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ഏറെ പ്രകാശമായി. മദ്യപാനോ സാമൂഹിക വിലക്കാണ് എന്ന് വിളിച്ചു പറയുന്നതിന് ഗുരു ഒരു മടിയും കാണിച്ചില്ല. 1903 ശിവഗിരിയിൽ ഡോക്ടർ പൽപ്പു കുമാരനാശാൻ എന്നിവരുടെ സഹകരണത്തോടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അദ്ദേഹം സ്ഥാപിച്ചു. സംഘടനയാണ് കേട്ടോ. അവഹേളിക്കപ്പെട്ടവർക്ക് സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക ഉന്നമനം നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. സ്കൂള്, വിദ്യാലയങ്ങൾ, ലൈബ്രറികൾ തുടങ്ങിയവ സ്ഥാപിച്ച് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആരംഭ പ്രവർത്തനങ്ങൾ അതിലൂടെ സംഘടിപ്പിച്ചു. ഭൂവുടമകളുടെ ചൂഷണത്തിനെതിരെ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അത് പോരാട്ടങ്ങൾ നടത്തി. വിവാഹ ചടങ്ങുകൾ ലളിതമാക്കാനും ലിംഗസമത്വം ഉറപ്പാക്കാനും SNDP യോഗം മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സാമൂഹിക നീതിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. അവർണർ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും രാഷ്ട്രീയത്തിലും പ്രസിദ്ധരായി. ജാതി വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ നടത്തിയ മുന്നേറ്റങ്ങൾ ഏറെക്കുറെ വിജയം വരിക്കുകയും ചെയ്തു. ആത്മനേതി പരാനന്ദം എന്ന ഗുരുവിൻ്റെ ആശയം അവഹേളിക്കപ്പെട്ടവർക്ക് ആത്മവിശ്വാസം നൽകുകയും അവരെ സമൂഹത്തിൽ തുല്യസ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഈ സംഭാവനകൾ കേരളം ഇന്ന് പുലർത്തുന്ന അസാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാന രീതികളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്കിതിലടുത്ത് വരുന്നത് 19-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ മതസംഘടനകളുടെ രൂപീകരണവും അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളുമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാമൂഹിക മതസംഘടനകളുടെ ഉത്ഭവം ഒരു മഹത്തായ നവോത്ഥാന കാലഘട്ടത്തിന് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമൂഹിക ദുരവസ്ഥകൾ, മത അന്ധത, ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ എന്നിവയ്ക്കെതിരെയുള്ള പ്രചാരണമായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ. ഈ സംഘടനകൾ ഇന്ത്യൻ സമൂഹത്തിൽ പ്രധാനപ്പെട്ട സാമൂഹിക വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിച്ചു. ഇനി അതിൽ ഓരോന്നിനും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ആദ്യം ബ്രഹ്മസമാജം. 1828 നമ്മൾ പറഞ്ഞല്ലോ, രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സതി അവസാനിപ്പിക്കുക, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുക, സംരക്ഷിത വിവാഹങ്ങൾ നടപ്പിലാക്കുക എന്നിവയായിരുന്നു. ബ്രഹ്മസമാജം സമൂഹത്തിൽ സ്ത്രീകളുടെയും ദളിതരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുത. ഇനി ആര്യസമാജം 1875 സ്ഥാപിതമായത്. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യസമാജം ദൈവങ്ങൾക്ക് മാത്രം എന്നുള്ള മതതത്വങ്ങൾ പ്രചരിപ്പിക്കുകയും ബാലവിവാഹം തടയൽ, സതിക്കെതിരെയുള്ള പോരാട്ടം, വിദ്യാഭ്യാസ സംരക്ഷണം, ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ അകറ്റുക എന്നിവ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് കണ്ടു. ഹിന്ദുമതത്തിൻ്റെ ശുദ്ധ വേദാധിഷ്ഠിത പുനരുദ്ധാരണം ലക്ഷ്യമാക്കി സംഘടന പ്രവർത്തിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി പ്രാർത്ഥനാ സമാജം 1867 ആത്മറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സതി അവസാനിപ്പിക്കലും, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കലും, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കലും, ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തലുമായിരുന്നു. മഹാരാഷ്ട്രയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് ഏത്? പ്രാർത്ഥനാ സമാജം. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി 1875 ഹെലേന പെട്രോവ്ന ബ്ലവാസ്കി, ഹെൻറി സ്റ്റീൽ ഓൽക്കോട്ട് എന്നിവർ സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പാശ്ചാത്യ സാഹിത്യ സംസ്കാരം എന്നിവയ്ക്ക് വിപരീതമായിട്ട് പ്രാചീന വിജ്ഞാനം പ്രചരിപ്പിക്കലും, എല്ലാ മതങ്ങളും തുല്യമാണെന്ന പ്രവണതയും പ്രചരണവും, സാമൂഹിക സേവനങ്ങൾ, വിദ്യാഭ്യാസ പ്രോത്സാഹനങ്ങൾ എന്നിവയുമായിരുന്നു. ഭാരതീയ പൈതൃക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി എന്നതാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേട്ടം. ഇനി രാമകൃഷ്ണ മിഷൻ 1897 സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ജനസേവന പ്രവർത്തനങ്ങളും മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുകയും ആധ്യാത്മികതയുടെ പ്രചാരണവുമായിരുന്നു. ആത്മീയതയുടെയും സേവനത്തിൻ്റെയും സമന്വയം മുന്നോട്ട് വെച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ മതസംഘടനകൾ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാനം ഒരുക്കി. ഇവർ സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും മതപരിഷ്കാരത്തിനും വഴിവെക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിലെ അനാചാരങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാനും നവോത്ഥാനത്തിൻ്റെ പുതിയ വഴികൾ തുറക്കാനും ഇവ വലിയ പങ്ക് വഹിച്ചു. ഇതിലിപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ എസ്സയാണ്. രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പഠിച്ചത് എസ്സയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ SNDP പരിഷ്കാര സംഭാവനകൾ ചോദിച്ചത് ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി നമുക്കിതിൽ പെരിയാറിൻ്റെ ആത്മാഭിമാന പ്രസ്ഥാനത്തെക്കുറിച്ചാണ്.
വി രാമസ്വാമി നായ്ക്കർ എന്ന പെരിയാർ 1925 ആരംഭിച്ച ആത്മാഭിമാന പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഈ പ്രസ്ഥാനം തമിഴ്നാട്ടിലെ ബ്രാഹ്മണ യാഥാസ്ഥിതികതയെയും അതുപോലെ തന്നെ ജാതി അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളെയും ശക്തമായിട്ട് എതിർത്തു. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശേഷം പെരിയാർ ജാതി വിവേചനത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തു. സത്യാഗ്രഹത്തിന് ശേഷം ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ ഒരു സാമൂഹിക വിപ്ലവം നടത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1825 ഔദ്യോഗികമായി ആത്മാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചു. ബ്രാഹ്മണരുടെ സാമൂഹിക ആധിപത്യത്തിനെതിരെ പോരാടുക, ജാതി അടിസ്ഥാനത്തിൽ നടത്തുന്ന വിവേചനങ്ങൾ ഇല്ലാതാക്കുക, സ്ത്രീ പുരുഷ സമത്വം പ്രോത്സാഹിപ്പിക്കുക, മത അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുക, ഇൻ്റർ ക്ലാസ് വിവാഹം പ്രോത്സാഹിപ്പിക്കുക എന്നിവയ്ക്കായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പെരിയാർ ബ്രാഹ്മണ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ബ്രാഹ്മണർ വിചാരിച്ചിരുന്ന വിഘടിത ക്ഷേത്ര ആചാരങ്ങൾക്കും ജാതി അടിസ്ഥാനമാക്കിയ ആചാരങ്ങൾക്കുമെതിരെ ശക്തമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. വിശ്വാസങ്ങളുടെ പേരിൽ ബ്രാഹ്മണർ നടത്തിയ ചൂഷണങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി. ക്ഷേത്രപ്രവേശന നിഷേധം, ഉന്നതജാതിക്കാർക്ക് മാത്രമുള്ള വിദ്യാഭ്യാസാവകാശം തുടങ്ങിയ അനീതികൾക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. വിവാഹത്തിലെ സ്ത്രീ ദാസ്യ ജീവിതത്തിനെതിരെ പെരിയാർ രംഗത്തെത്തി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകൾക്ക് സമാനമായ തൊഴിലവസരങ്ങൾ ലഭിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഊന്നിപ്പറഞ്ഞു. ദേവദാസി സമ്പ്രദായത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തി. തുല്യവിവാഹ ചടങ്ങുകൾ പ്രോത്സാഹിപ്പിച്ചു. ദൈവങ്ങളുടെ ആസ്ഥാനങ്ങൾക്കുമെതിരായിട്ട് തത്വങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ ആത്മാഭിമാന പ്രസ്ഥാനം ജാതിമത വ്യവസ്ഥകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലും പ്രചരണങ്ങൾ നടത്തി. വിവിധ കർഷക തൊഴിലാളി കൂട്ടായ്മകൾ രൂപീകരിച്ചു. വായനാശാലകൾ, ദളിത് വിദ്യാലയങ്ങൾ തുടങ്ങിയവ ആരംഭിച്ചു. തമിഴ്നാട്ടിൽ സാമൂഹിക സമത്വം പ്രചരിപ്പിക്കാൻ ആത്മാഭിമാന പ്രസ്ഥാനം നിർണായകമായി സഹായിച്ചു. ഇത്രയാണ് അദ്ദേഹത്തെക്കുറിച്ചും പെരിയാറിനെക്കുറിച്ചും അല്ലെങ്കിൽ വി രാമസ്വാമി നായ്ക്കറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വാഭിമാന പ്രസ്ഥാനത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി 5ാമത്തെ ബ്ലോക്കിൽ ഒരു യൂണിറ്റ് കൂടിയുണ്ട്. അതായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.